ചെയ്യലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര നാളായിട്ടും അതിൻ്റെ ഒരു പുരോഗതി കാണാനില്ല. ഇപ്പോൾ ഇവിടുന്ന് പാലം വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അക്കരയ്ക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പാലം. ഇപ്പോൾ തടയണുണ്ടെങ്കിലും വെള്ളം മഴക്കാലത്ത് നമുക്ക് അതിൽ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പാലം വരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചാലക്കുടിക്ക് പോകാനും വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. എത്രയും പെട്ടെന്ന് വരുന്ന ആഗ്രഹം. ഈ കാത്തിരിക്കണേ പക്ഷെ അതിനൊരു പുരോഗതിയൊന്നും കാണുന്നില്ലേ. ഇപ്പൊ ഇവിടെ ഈ വെള്ളം പുഴയിൽ വെള്ളം കൂടിയ കാരണം കൊണ്ട് ഇപ്പൊ ഇന്നാള് ഇവിടെ തടയണേമെന്ന് ഒരാൾ വണ്ടി പോയി. ഇതല്ല ഒരാളല്ല, ഇപ്പൊ 2-3 ആൾ ഇപ്പൊ അവിടെ ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വരികയാണെങ്കിൽ ഇവിടെ പാലം വരികയാണെങ്കിൽ ഇതിനൊക്കെ ഒരു സമാധാനം അർഹിയാവും, ഞങ്ങൾക്ക് സൗകര്യമാവും. എറണാകുളം ഭാഗത്തു നിന്നൊക്കെ എല്ലാവരും അതുകൊണ്ടാണ് കുറച്ച് പേര് ഇപ്പോൾ കൊമ്പന്മാരെ പോയി രണ്ടുപേര് മരിച്ചല്ലോ അടുത്തൊക്കെ. കുറച്ച് പേര് മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വെള്ളം കൂടി കഴിഞ്ഞാൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ തടയണ വഴി പോകണമെന്നുണ്ടെങ്കിൽ. അല്ല നമുക്ക് ഇവിടെ ഒരു പാലം വരാന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ അങ്ങോട്ട് പോവുകയും ടൂറിസം പറ്റിയ ആൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും. കണക്ടിവിറ്റി നന്നായിട്ട് മാറും. ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ചാലക്കുടിക്ക് പോകാനായിട്ട് എളുപ്പ വഴി അപ്പുറത്തേക്ക് കടന്നിട്ടാണ്. അപ്പോൾ രാത്രി ബസ് റൂട്ടും ആ വഴി കൂടുതലായിട്ടുണ്ട്, ഈ വഴി കുറവാണ്. തടയണ കൂടി പോകുമ്പോൾ ഞാനും അക്കരയ്ക്ക് ബൈക്കുമ്പോൾ പോകാറുണ്ട്. അപകടം പിടിച്ച സാഹചര്യത്തിലും ബൈക്ക് കൊണ്ട് പോകും, കാരണം പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലം വരണമെങ്കിൽ നമുക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയാറിലെ കൊമ്പമ്പാറ തടയണയ്ക്ക് സമീപമാണ്. എൻ്റെ തൊട്ടുപിറകിലുള്ള വഴിയിലൂടെയാണ് പട്ടത്ത് ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള രമേഷ് എന്ന് പറയുന്ന സുമേഷ്, ആ ചേട്ടൻ അടിച്ചിലയിൽ ബസ് ഹോൾട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഈ വഴിയിലൂടെ വന്നത്. ഒരുപക്ഷെ ഇതിലെ ഒഴുക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് പോകണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നിട്ടും ആ ചേട്ടൻ ഈ കൊമ്പമ്പാറ തടയണയിലൂടെ ആ ഒഴുക്കുള്ള മഴയുള്ള രാത്രിയിൽ അദ്ദേഹം ഇതിലൂടെ കടന്നു തൻ്റെ വീട്ടിലേക്ക്. പക്ഷേ വീട്ടിൽ എത്തിച്ചേർന്നില്ല. അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു, മരണമടഞ്ഞു. എത്രയെത്ര മരണങ്ങളാണ് ഈ കൊമ്പമ്പാറ തടയണയിലൂടെ ഒഴുകപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും തൊട്ടു മുകളിലുള്ള കാഞ്ഞിരപ്പള്ളി കടവിൽ 10 കോടിയിലേറെ രൂപ സാങ്ഷനായിട്ടും പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് ഇന്നും യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. ഭരണാധികാരികൾ എന്ന് കണ്ണു തുറക്കും. കാഞ്ഞിരപ്പള്ളി കടവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും മുഖച്ഛായ മാറ്റുന്നതാണ് അവിടുത്തെ യാത്രാ സൗകര്യത്തിനുതകുന്ന മികച്ച റോഡുകളും മികച്ച പാലങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഗതാഗത യോഗ്യമായിട്ടുള്ള പാതകൾ. മേലൂർ ഗ്രാമപഞ്ചായത്തിനെയും പരിയാരം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധപ്പെടുത്തുന്ന ഒരു പാലം അത് എടത്രക്കാവിൽ വരുന്നുവെന്നാണ് ആദ്യം മേലൂക്കാർ അറിഞ്ഞത്. പക്ഷേ പിന്നീട് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് കുന്നപ്പള്ളിക്കടവിലേക്ക് മാറ്റുന്നു. കുന്നപ്പള്ളിക്കടവും കാഞ്ഞിരപ്പള്ളിക്കടവും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലം. BD ദേവസ്വം MLA യുടെ കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിൽ ഈ പ്രൊജക്ടിന് പണം വിലയിരുത്തുന്നത്. 10 കോടി രൂപ, 10 കോടി 28 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. എന്നാൽ ഈ വകയിരുത്തലുകൾക്ക് ശേഷം മറ്റു ചില പ്രക്രിയകളും നടന്നു. അതിന് ഭരണാനുമതി ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സ്ഥല സംബന്ധമായ ഏറ്റെടുക്കൽ സംഗതികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. കുന്നപ്പള്ളിയിലും തൊട്ടപ്പുറത്തെ കാഞ്ഞിരപ്പള്ളിയിലും സ്ഥലം ഏറ്റെടുത്ത് പാലത്തിലേക്ക് വരുന്ന വഴിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ പ്രൊജക്റ്റ് തന്നെ വിസ്മൃതിയിലായോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ കിടപ്പ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കേരളത്തിലെ ഓരോ ഫയലുകളും ആ ഫയലുകൾ എത്തേണ്ടടുത്ത് എത്തണമെങ്കിൽ അതും ചുമന്ന് ഓടാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം. അത് എടുപ്പിക്കാൻ, അത് പൊക്കിപ്പിക്കാൻ, അത് ഓരോ സ്ഥലത്തേക്ക് എത്തേണ്ടടുത്തേക്ക് എത്തിക്കാൻ. അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ ഇവിടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംഭവമാണത്. അതുകൊണ്ട് തന്നെ ഈ കുന്നപ്പള്ളി കാഞ്ഞിരപ്പള്ളി കടവ് പാലം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഇടപെടേണ്ടത് MLA സനീഷ് കുമാർ ജോസഫാണ്. MLA സനീഷ് കുമാർ ജോസഫ് ഇടപെട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ MLA സനീഷ് കുമാർ ജോസഫ് ഈ വിഷയത്തിന്, ഈ പാലം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ തീക്ഷണപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന് പ്രദേശവാസികൾക്കും അവിടുത്തെ ജനപ്രതിനിധികൾക്കും പരക്കെ പരാതിയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലംഭാവം MLA ഭാഗത്തു നിന്ന് വന്നതെന്ന് അന്വേഷിച്ചറിയാൻ സാധിച്ചപ്പോൾ MLA പറഞ്ഞ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിൽ പണമില്ല, ഈ വിഷയത്തിന് ഭരണാനുമതി ലഭിച്ചതിനേക്കാൾ ഉപരി ടെക്നിക്കൽ അനുമതി ലഭിച്ചിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീങ്ങണം എന്നൊക്കെയാണ്. പക്ഷെ ഇതെല്ലാം ഒരു സ്ഥിരമായിട്ട് പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗുകളാണ് അല്ലേ? നമ്മുടെ ചാലക്കുടിയാറിൽ എത്ര പാലങ്ങൾ വന്നു? വെട്ടുകടവിൽ പാലം വരുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? ആ പാലത്തെ സംബന്ധിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ പാലം വന്നു. അതുപോലെ ഏറ്റവും മികച്ച ഗതാഗത സൗകര്യം ജനങ്ങൾക്ക് കൊടുക്കുക വഴി ആ പ്രദേശം വളരുന്നു. ഇപ്പോൾ ഈ കുന്നപ്പള്ളിയിലും കാഞ്ഞിരപ്പള്ളിയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം വന്നു കഴിഞ്ഞാൽ അത് വിനോദസഞ്ചാര മേഖലയിൽ മികച്ച ഒരു വളർച്ചയ്ക്കാണ് ഈ 2 പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മേലൂർ പഞ്ചായത്ത്, അതായത് എറണാകുളം ഭാഗത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്ക് ഇതൊരു ബദൽ റോഡാണ്, സാമാന്തര റോഡാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഹൈവേയിൽ പണി നടക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ വരുമ്പോൾ സാമാന്തര റോഡുകളുടെ അഭാവം, ഉള്ള റോഡുകൾ തന്നെ അത്ര നല്ല റോഡാണെന്ന് പറയാൻ പറ്റില്ല. മുരിങ്ങൂർ ഏഴാറ്റുമുഖം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് BMDC ടാറിംഗ് കഴിയുന്നതോടുകൂടി ഈ മനോഹരമായ റോഡ് എത്തിച്ചേരുന്നത് ഇവിടെ പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നും പരിയാരത്തിലേക്ക് കടക്കാൻ വളരെ സിമ്പിളാണ്. എറണാകുളത്ത് നിന്ന് വരുന്നത്, അതുപോലെ തന്നെ കേരളത്തിന്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് മലയോര ഹൈവേയുമായി ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രൊജക്റ്റാണിത്. പക്ഷേ യാതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പദ്ധതി തന്നെ വിസ്മൃതിയിലായോ എന്ന രീതിയിലാണ് ഇതിന്റെ കിടപ്പ്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്
ഇരു പഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളെയും മറ്റും വിളിച്ചു ചേർത്ത് MLA യുടെ നേതൃത്വത്തിൽ യോഗമോ മറ്റു കാര്യങ്ങളോ വിളിച്ചു ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് MLA സനീഷ് കുമാർ ജോസഫ് നേതൃത്വം നൽകണമെന്നാണ് വളരെ ശക്തമായ ഭാഷയിൽ നാട്ടുകാരൻ എന്ന നിലയിൽ കൂടി എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം എന്താണ്? ആളുകൾ ഒഴുകിപ്പോവുകയാണ്. നമുക്ക് ആളുകളെ തെരഞ്ഞു നിർത്താൻ സാധിക്കുമോ? സ്വാഭാവികമായിട്ട് വൈകുന്നേരം സമയങ്ങളിൽ ഇവിടുത്തെ യുവാക്കൾ അതുപോലെ തന്നെ ആളുകൾ ഇരുചക്ര വാഹനത്തിൽ കൊമ്പമ്പാറ തടയണയിലൂടെ പരിഹാരത്തേക്ക് കിടക്കുന്നു. അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കിടക്കുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്ന അപകടങ്ങൾ എത്ര മരണങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ ഇടയിലും അതിലൂടെ വാഹനങ്ങൾ പോയി. നമുക്ക് അവരോട് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് അത് അവരുടെ തെറ്റ്. ഒന്നുകിൽ MLA സനീഷ് കുമാർ ജോസഫ് ഇടപെട്ട് കൊമ്പമ്പാറ തടയണയുടെ അവിടെ ഇത് യാത്ര പോകുന്നതിനോ അതിലൂടെ ഗതാഗത സൗകര്യം പൂർണ്ണമായിട്ടും നിരോധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യണം. അതല്ലെങ്കിൽ ഈ കാഞ്ഞിരപ്പള്ളി കടവിൽ പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഇടപെടൽ ചെയ്യണം. MLAക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടമുള്ളത്. ഇതിപ്പോൾ സ്തംഭനാവസ്ഥയിലാണ്. ഈ രണ്ട് കരയിലെ ആളുകൾ ഒഴുകിപ്പോകുന്നു. ചാലക്കുടിയാറിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുന്ന കാഴ്ച കാണാൻ അത്ര ഭംഗിയുള്ള സംഭവമല്ല. ചാലക്കുടിയാറിന്റെ അടിത്തട്ടിൽ ആഴങ്ങൾ അറിയാതെ പിടഞ്ഞു മരിക്കുന്നവർ, ശ്വാസം മുട്ടി മരിക്കുന്നവർ, മുങ്ങി മരിക്കുന്നവർ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ വാർത്തകളും ഇത് എടുക്കാൻ ചെല്ലുന്ന ഞങ്ങളെപ്പോലുള്ളവരുടെ സ്ഥിതി, കുടുംബങ്ങളുടെ നിലവിളി ഇപ്പോഴും ഒരപ്പന സ്വദേശി രമേശ് എന്ന് പറയുന്ന ആ ബസ് കണ്ടക്ടറുടെ വീട്ടിലെ നിലവിളി മാറിയിട്ടില്ല. സംവിധാനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ തന്നെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി കുന്നപ്പള്ളി കടവുകൾ പ്രതീക്ഷിക്കുന്ന പാലം ഉടനെ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങളുടെയും MLAയുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ ഇടപെടലിൽ ഈ നാട്ടിലെ ആളുകളുടെ സ്വപ്ന സാക്ഷാത്കാരമായ കുന്നപ്പള്ളിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ ഇടപെടണം. ഇനി ഒരിക്കലും ഈ പുഴയടിത്തട്ടിലേക്ക് ആരുടെയും ജീവനുകൾ അലിഞ്ഞു ചേരാൻ ഇടവരുത്താതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കുന്നപ്പള്ളി കാഞ്ഞിരപ്പള്ളി കടവ് പാലം അത് യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ചുമതല ഇവിടുത്തെ ജനപ്രതിനിധികൾക്കാണ്, പ്രത്യേകിച്ച് MLA സനീഷ് കുമാർ ജോസഫിനും സർക്കാർ സംവിധാനങ്ങൾക്കും. നാട്ടുകാരുടെ ജീവൻ അമൂല്യമാണ്, അവരുടെ കുടുംബാംഗങ്ങൾക്കും. ഈ ചോദ്യം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്ന് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി കടവ് പാലം യാഥാർത്ഥ്യമാകും. ഇത് യാഥാർത്ഥ്യമാകാതിരിക്കുന്നതിന്റെ പിടിപ്പുകേട് ആരുടേത്? 2017 ബഡ്ജറ്റ് പ്രപ്പോസലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പാലം പ്രപ്പോസ് ചെയ്തിരുന്നിട്ടുള്ളത്. അന്ന് BD ദേവസേട്ടനായിരുന്നു MLA. 2018 പ്രളയം വന്നപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് ബന്ധിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ എടത്തറക്കാവിൻ്റെ അടുത്താണ് ഈ പാലം ആദ്യം ഡിസൈൻ ചെയ്തത്. പക്ഷേ അത് ASUം DSUം ഒക്കെ കിട്ടിയിട്ട് കുറേ നാളായി. 10,28,00,000 രൂപയാണ് അതിന് വകയിരുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് നാളിതുവരെ ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. സ്ഥലം കണ്ടെത്തി, അതുപോലെ തന്നെ അതിൻ്റെ കല്ലിടൽ മറ്റു പ്രക്രിയകളൊക്കെ കഴിഞ്ഞു. പാല നിർമ്മാണത്തിന് ആവശ്യമായ മറ്റു നടപടികളൊന്നും ഈ 5 വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരാൾ വെള്ളത്തിനടിയിൽ പോയി മരണപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. തുടർച്ചയായിട്ട് അപകട മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം പരിഹാരമാകും എന്ന നിലയ്ക്കാണ് കഴിഞ്ഞ BD ദേവസി MLA ആയിരുന്നപ്പോഴാണ് കുന്നപ്പള്ളി കാഞ്ഞിരപ്പള്ളി പാലത്തിന് 10,28,00,000 രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രളയം പോലുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് പാലത്തിൻ്റെ ഹൈറ്റ് ഉയർത്തണം എന്ന സ്ഥിതി വന്നപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ ലൈൻ പോകുന്നതിൻ്റെ ഭാഗമായി ആ പാലത്തിൻ്റെ അലൈൻമെൻറ്റ് കുന്നപ്പള്ളിയിലേക്ക് മാറ്റുന്ന സ്ഥിതി ഉണ്ടായി. അതിൻ്റെ സാങ്കേതിക പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞിട്ടും പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല.